പി വി അൻവർ MLA തവനൂർ സെൻട്രൽ ജയിലിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. പോലീസ് വാഹനം അല്പസമയത്തിനകം ആണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഇവിടെ വെച്ച പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയില്ല. ഇതിനു മുൻപ് തന്നെ നടത്തിയതാണ്. ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഇതിന് തൊട്ട് മുൻപിൽ വാഹനം നിർത്തുന്നു. അവിടെ നിന്ന് അകത്തേക്ക് പെട്ടെന്ന് തന്നെ പോലീസ് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ചില ജയിലിനകത്തത്തെ ചില തുടർ നടപടികളാണ്. ആ നടപടികൾക്ക് ശേഷം സ്വാഭാവികമായും ഒരു ജയിലിലേക്ക് ആയിരിക്കും ഇനി ഒരു ഇവിടുത്തെ ഒരു ജയിലിലാണ് ഇനി ഉണ്ടാവുക പി വി അൻവർ. നാളെ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്യും. പൊതുമുതൽ നശിപ്പിച്ച കേസിനാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടാവുകയും റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചു, ഒപ്പം തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഈ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി പി വി അൻവറിനെതിരെ കേസെടുത്തിരുന്നു. അത് ജാമ്യമില്ലാത്ത വകുപ്പായിരുന്നു. അന്നൊന്നുമില്ലാത്ത ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഇന്ന് തന്നെ കേസെടുക്കുകയും ഉടൻ തന്നെ അതിൻ്റെ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ആ അറസ്റ്റ് റിമാൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മറ്റ് നടപടികൾ ജയിലിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം നടന്ന നാടകീയ സംഭവങ്ങൾ ഇതാ ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിന് അകത്തേക്ക് വരെ എത്തിയിരിക്കുന്നു. സുഹൈൽ, പ്രഭാതം വിടരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പി വി അൻവർ MLA. ജാമ്യാപേക്ഷ രാവിലെ തന്നെ മൂവ് ചെയ്യും. ഇനി 14 ദിവസം റിമാൻഡിൽ തുടരുമോ, നാളെ ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജനകീയ പ്രതിഷേധം ഇന്നലെ കഴിഞ്ഞ ദിവസം മനഞ്ഞാന്നൊരു യുവാവിനെ ആന ചവിട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ DF ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രവർത്തകർ പൂട്ടുപൊളിച്ചു, ഫർണിച്ചറുകൾ തല്ലിപ്പൊളിച്ചു എന്നടക്കമുള്ള, പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള ഗുരുതരമായ സ്വഭാവമുള്ള വകുപ്പുകൾ ചുമത്തിയ ഒരു MLA, ഒരു ജനപ്രതിനിധിയെ നിലമ്പൂരിന്റെ തട്ടകത്തിൽ വെച്ച് നിലമ്പൂർ MLA അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തവനൂർ സെൻട്രൽ ജയിലിൽ ഇനി എത്ര മണിക്കൂറുകൾ പി വി അൻവർ MLA ചിലവഴിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ മൂവ് ചെയ്താൽ ജാമ്യം കിട്ടുമോ, ജാമ്യം കിട്ടിയില്ലെങ്കിൽ 14 ദിവസത്തെ റിമാൻഡിൽ അദ്ദേഹം തുടരേണ്ടതുണ്ടാവുമോ, അതിനിടയിൽ ജാമ്യാപേക്ഷ നൽകുമോ, 16-ാം തീയതി സഭ സമ്മേളിക്കുമ്പോൾ ജയിലിലായിരിക്കുമോ പി വി അൻവർ MLA എന്ന രാഷ്ട്രീയ കൗതുകം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനി പി വി അൻവർ MLAയുടെ രാഷ്ട്രീയമായ ആംഗിളിലേക്ക് ഈ കേസിന്റെ വിശകലനം നടത്തിപ്പോവുകയാണെങ്കിൽ രാഷ്ട്രീയ അഭയം തേടുന്ന പി വി അൻവർ MLAക്ക് ഒരു അനുകൂലമായ ട്രെൻഡ് UDF നിന്നുണ്ടാകുമോ, ഒരു അനുകൂല സമീപനം UDF നിന്നുണ്ടാകുമെന്നടക്കം കണ്ടറിയേണ്ടത് ഈ പ്രഭാതം വിടരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം KPC അധ്യക്ഷൻ്റെ അടക്കം ഉന്നത നേതാക്കളുടെ പ്രതികരണം അടക്കം തേടേണ്ടതുണ്ട്. പി വി അൻവർ MLAയോടൊപ്പം യോജിച്ച് നിൽക്കുമോ? ഈ പോലീസിന്റെ അറസ്റ്റിനെതിരെ ഇപ്പോൾ തന്നെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ രംഗത്തെത്തിയ പോലീസിനെതിരെയുള്ള പൊതുവികാരം പി വി അൻവർ MLAക്കുള്ള അനുകൂല വികാരമായി മാറി UDF പ്രവേശം കുറച്ചുകൂടി കൂടുതൽ എളുപ്പമാക്കുമെന്നടക്കമുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടി ഉയരുന്ന രാത്രി വൈകിയ മണിക്കൂറുകളാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇപ്പോൾ വിപിൻ സി വിജയൻ വീണ്ടും നമ്മോടൊപ്പം ചെയ്തു. വിപിൻ, അവിടുത്തെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. ഇന്ന് പുലർച്ചെ പകലോടുകൂടി ജാമ്യാപേക്ഷ നൽകുന്നു. ജാമ്യാപേക്ഷയിൽ ഒരു ഹിയറിംഗ് മജിസ്ട്രേറ്റ് കോടതി നടത്തുന്നു. ജാമ്യം കിട്ടുമോ ഇല്ലേ എന്ന ആകാംക്ഷ വരുന്നു. അത്രയല്ലേ ഉള്ളൂ? അതെ, അതാണ് ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക. അതിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതായത് ഇനി റിമാൻഡിലാണോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഇവിടെ അകത്തേക്ക് കയറിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ അതിൻ്റെ മറ്റ് നടപടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏകദേശം ഒരു അറസ്റ്റിലായതിനു ശേഷം ഒതായിലെ വീട്ടിലേക്ക് പോലീസിൻ്റെ ഒരു വൻ പട തന്നെ എത്തുകയും ആ പട ഏറെക്കുറെ അവിടെ ഒരു ബന്ധസ്ഥമാക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ഏറെ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് വന്നത്. അതെല്ലാം തന്നെ ഒരു പി വി അൻവറിന് സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് കൂടുതലും വന്നത്. അത് UDFന്റെ ഭാഗത്തു നിന്നായിരുന്നു. എന്തിനാണ് ഇത്തരം ഒരു അറസ്റ്റ്, അതായത് രാഷ്ട്രീയമായിട്ടുള്ള പല വിയോജിപ്പുകളും ഉണ്ടെങ്കിലും എന്തിനാണ് ഇത്തരം ഒരു അറസ്റ്റ്, ഇത് കേരളത്തിൽ കീഴ്വഴക്കമില്ലാത്തതാണ് എന്നുള്ള ഒരു പൊതു സംസാരം തന്നെ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് തന്നെ പല കോണുകളിൽ നിന്നും കേട്ടുകൊണ്ട് ആ ഒരു സപ്പോർട്ടിന്റെ പിന്തുണ കൂടി ഉള്ള ഒരു സമയത്താണ് ഇപ്പോൾ പി വി അൻവർ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറിയിരിക്കുന്നത്. ആ ഒരു അതിനുശേഷമാണ് മജിസ്ട്രേറ്റിനെ കാണുന്നതും ഇങ്ങനെ റിമാൻഡിലാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഇനി എത്രത്തോളം ഒരു രാഷ്ട്രീയ അഭയം, എത്രത്തോളം ഒരു രാഷ്ട്രീയമായിട്ടുള്ള കരുത്ത് നേടും എന്നുള്ളത് വലിയ ചർച്ച തന്നെയാണ്. കാരണം ഇപ്പോൾ DMK ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ DMK പാർട്ടിക്ക് ഇനി എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യം മുൻപിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ടേക്ക് തിരഞ്ഞെടുപ്പിൻ്റെ വർഷങ്ങളാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നതും അത് ഒരു കരുത്തായി മാറുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇന്ന്
ഇന്നിപ്പോൾ അത്രത്തോളം പി വി അൻവറാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പി വി അൻവർ എന്താണ് ഇപ്പോൾ ഈ വനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അതിന് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ അത് അറസ്റ്റിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പി വി അൻവറിൻ്റെ ബാഗാണ് ഇത്. അത് കൊടുക്കുന്നതിന് വേണ്ടി ഡ്രൈവർ എത്തിയിരിക്കുകയാണ്. പി വി അൻവറുമായി ബന്ധപ്പെട്ട ബാഗാണ്. അത് നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഒതായിലെ വീട്ടിൽ നിന്ന് ഇവരെ എത്തിയതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്. ഇപ്പോഴത്തെ പാലക്കാട് MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ അർദ്ധരാത്രി പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാഷ്ട്രീയ കേരളം കണ്ട അതിനാടകമായ ഒരു അറസ്റ്റിന് കൂടി ഇന്നത്തെയും ദിവസം വേദിയാകുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ഇതാ ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് PV അൻവർ MLA മാറ്റിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പല ആവർത്തി സൂചിപ്പിച്ചതുപോലെ PDPP അടക്കമുള്ള സ്വാഭാവികമായ ജനപ്രതിഷേധങ്ങളിൽ ചുമത്തുന്ന വകുപ്പ് പ്രകാരം കേസെടുത്ത് കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെ നിലമ്പൂർ MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നു, റിമാൻഡ് ചെയ്തിരിക്കുന്നു, ജയിലിലാക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകും. 14 ദിവസത്തെ റിമാൻഡാണ്. ഇന്ന് ജാമ്യം ലഭിക്കുമോ, തുടർ ദിവസങ്ങളിൽ ജാമ്യം നൽകുമോ, ലഭിച്ചില്ലെങ്കിൽ 14 ദിവസവും റിമാൻഡിൽ തുടരുമോ? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ അഭയം തേടിയുള്ള PV അൻവർ MLA രാഷ്ട്രീയ പ്രവേശം UDF-ലേക്ക് ഉടൻ തന്നെ ഉണ്ടാകുമോ എന്ന രാഷ്ട്രീയ കൗതുകം കൂടി ബാക്കിയാക്കുകയാണ് PV അൻവർ MLA അറസ്റ്റും റിമാൻഡും ജയിൽവാസവും. വിപിൻ സി വിജയൻ തുടരാം. സുഹൈൽ, ഇനിയിപ്പോൾ ഇതിൽ നടക്കാനുള്ളത് ഇനി ഒരു പകലിലേക്ക് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. നാളെ കോടതി ചേരുന്ന സമയത്ത് ജാമ്യാപേക്ഷ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജാമ്യാപേക്ഷ നൽകുമെന്നുള്ളത് PV അൻവർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ നാളെ ജാമ്യാപേക്ഷ നൽകും, അത് കോടതി എടുക്കും. ആ ഒരു കാര്യത്തിൽ ഉള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും. അത് റിമാൻഡിലേക്കാണോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കാതെ റിമാൻഡിലായിരിക്കുന്നത് 14 ദിവസത്തേക്കാണ്. അപ്പോൾ നാളെയാണ് അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായും നാളെ അതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ജാമ്യം ലഭിക്കുമോ, ജാമ്യം നൽകുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കാനുള്ളത്. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. അദ്ദേഹം ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. PV അൻവർ MLA. തവനൂർ സെൻട്രൽ ജയിലിൽ PV അൻവർ MLAക്ക് മണിക്കൂറുകൾ മാത്രമാണോ ബാക്കി, അതോ റിമാൻഡ് തുടരുമോ? അങ്ങനെ ഒരുപാട് ആകാംക്ഷകൾ ബാക്കി നിൽക്കുന്നു. ജയിലിൽ പോകുന്നത് മുന്നുള്ള PV അൻവർ, ജയിലിൽ വന്നതിന് ശേഷമുള്ള PV അൻവർ എന്നിങ്ങനെ രണ്ടേടുകളായി PV അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രം പറയാനുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ അറസ്റ്റിന് പിന്നാലെ ഒരുപാട് രാഷ്ട്രീയ കൗതുകങ്ങൾ കൂടി ഒളിപ്പിച്ചു വെക്കുകയാണ് PV അൻവർ MLA അറസ്റ്റും ജയിൽവാസവും.